കേരള സാർ 100% ലിറ്ററസി സാർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു കളിയാക്കൽ പ്രയോഗം ഇന്ത്യാസ് ഗോട്ട് ടാലൻറ്റ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നടത്തുകയും അതിൻ്റെ പേരിലുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. മലയാളികൾ അവിടെ പോയിട്ട് അവരെ പൊങ്കാലയിടുന്നു, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ. നമുക്കറിയാം, ഈ സാക്ഷരത എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എഴുതാനും വായിക്കാനും അറിയാവുന്നവരാണ് കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാരും എന്നുള്ളത് മാത്രമാണ്. അത് വലിയൊരു സംഭവമായിട്ട് ഉയർന്നു വരുന്നതിന് കാരണം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ബെറ്ററാണ് നമ്മളുടെ അവസ്ഥ എന്നുള്ളതാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ നമ്മളുടെ സാക്ഷരത മറ്റ് സ്ഥലങ്ങളെക്കാളും മെച്ചപ്പെട്ടതായിരുന്നു. അതിനുശേഷം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ മുമ്പിലെത്തുകയും ചെയ്തു. ഇപ്പോൾ പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ ഒരു ക്യാച്ചിങ് അപ്പ് നടക്കുന്നുണ്ട്. എങ്കിലും 100% ലിറ്ററസി എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഉയർത്തി കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ 100% ലിറ്ററസി എന്നുകൊണ്ട് ഉയർത്തി കാണിക്കുന്നത് എന്താണ്? എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാവുന്നതാണ്. അല്ലാതെ എല്ലാവരും എല്ലാം പഠിച്ചിറങ്ങി എല്ലാ തികഞ്ഞ ആൾക്കാരാണെന്നുള്ളതല്ല. രാഷ്ട്രീയക്കാരത് പറയുമ്പോൾ ചിലപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടാവും. ഇവിടെയുള്ള പലരും മറ്റുള്ള സ്ഥലത്തെ ആൾക്കാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു തിരിച്ചടി എന്നേ അത് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കറിയാം, ഈ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ മറ്റ് സ്ഥലങ്ങളിനേക്കാളും കൂടുതൽ ആ ഒരു അഭിപ്രായമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കേരളത്തിലെ ആൾക്കാർക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും അത് നല്ല കാര്യമാണെന്നല്ല, പ്രത്യേകിച്ചും കക്ഷി രാഷ്ട്രീയം, ഈ ക്യാമ്പസ് പൊളിറ്റിക്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തൊക്കെ കൂടുതലും ആളുകൾക്കൊക്കെ രാഷ്ട്രീയ ചായ്വൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാം, ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ല. അവർക്ക് രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ല എന്ന് മാത്രമല്ല, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലും താല്പര്യമില്ല. അവർ വേറൊരു ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ ഒരു കുട്ടിയായിരിക്കും ചിലപ്പോൾ ഇത്. എന്നതിൻ്റെ അർത്ഥം കേരളത്തിലുള്ള ആളുകൾക്ക് സാക്ഷരതയെ പറ്റിയുള്ള ക്ലെയിമിനെ പറ്റിയിട്ട് കളിയാക്കേണ്ട ഒരു കാര്യമല്ല അത്. എന്തായാലും അതൊരു തമാശയായിട്ട് അവർ പറഞ്ഞതേ ഉള്ളൂ. നമ്മളത്ര വലിയ സംഭവമാക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് വേറൊരു സാക്ഷരതാ പ്രശ്നത്തെ പറ്റിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സാക്ഷരത അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നല്ല വിദ്യാഭ്യാസം വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു രാഷ്ട്രീയക്കാരനെല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല. വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഒന്നും വിദ്യാഭ്യാസം വേണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായാൽ മതി എന്നൊക്കെയാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് 1-2 കാര്യങ്ങൾ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കാണും. അതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യം നമ്മളുടെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. വീണ്ടും മൂലധനത്തെ മാറ്റുകയാണ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത പുതിയ മൂലധനം ലോകത്ത് വരാൻ പോവാണ്. ആ മൂലധനത്തിന്റെ പേരാണ് നോളജ് ക്യാപിറ്റൽ, ഇംഗ്ലീഷിൽ അറിവ് മൂലധനം. ഇതുവരെ നമ്മൾ കാണാത്ത ഒരു മൂലധനം, ഏറ്റവും ചൂഷണ ശക്തിയുള്ള മൂലധനം ലോകത്ത് വരാൻ പോകുന്നു. മുതലാളിത്തം അതിനുവേണ്ടി കളമൊരുക്കുന്നു. അറിവ് എന്നത് ഉപയോഗിച്ചുകൊണ്ട് അറിവിന്റെ മുകളിൽ ആധിപത്യം, ഏതാണ് ഉത്പാദന ഉപകരണം, ആ ഉത്പാദന ഉപകരണത്തിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് ചൂഷണം മൂർത്തമാക്കാൻ ശ്രമിക്കുക. വരാൻ പോകുന്ന ഏറ്റവും വലിയ ഉത്പാദന ഉപകരണം അറിവാണ്, ജ്ഞാനമാണ്. അതിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ച് അത് ഏറ്റവും വലിയ ചൂഷണ ഉപകരണമാക്കി മാറ്റി ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്യാനുള്ള വലിയ ശ്രമത്തിലാണ് മുതലാളിത്തം. ആ വരാൻ പോകുന്ന സമ്പദ് വ്യവസ്ഥയുടെ പേരാണ് ജ്ഞാന സമ്പദ് വ്യവസ്ഥ. അവിടെ കൈക്കോട്ടല്ല, വെട്ടുകത്തിയല്ല, ട്രാക്ടറല്ല, കമ്പ്യൂട്ടറല്ല. അവിടെ ഏറ്റവും വലിയ ഉത്പാദന ഉപകരണം, ഏറ്റവും വലിയ ചൂഷണ ഉപകരണം അറിവാണ്. അതെങ്ങനെ കുറെ ടെക്നിക്കലാണ്, പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവില്ല. എല്ലാം ഈ അറിവിലൂടെ കീഴ്പ്പെടുത്താൻ, അറിവിനെ പാറ്റന്റ് നയങ്ങളിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. സ്വന്തം അറിവ് ആരുടെ സ്വന്തമാണ്? അറിവ് ഞങ്ങളുടെ സ്വന്തമാണ്, കോർപ്പറേറ്റുകളുടെ സ്വന്തമാണ്, സാമ്രാജ്യത്തിന്റെ സ്വന്തമാണ്. ഇത് ഉപയോഗിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മൂലധനത്തിനേക്കാൾ അപകടകാരിയായ മൂലധനം വരുന്നു. അതിന്റെ പേരാണ് നോളജ് ക്യാപിറ്റൽ. ആ നോളജ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ചൂഷണം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടം നാളെ വരാൻ പോവുകയാണ്. വളരെ സിമ്പിളാണ്. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ ചട്ടുലമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ചട്ടുലമായ മാറ്റങ്ങൾ അറിവ് ഉപയോഗിച്ച്. നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് തയ്യാറാണെന്ന് വെച്ചാൽ ഞാനൊരു അത്ഭുത പ്രതിഭാസം കാണിച്ചു തരാം. തയ്യാറാവും നിങ്ങളാണെങ്കിലും ആ ഫോൺ എടുക്കില്ലായിരുന്നു. എന്നാൽ ആധുനിക പഠന രീതി അതാ, ഒരു ഉറക്കം മാറും ചെയ്യും. കാണണ്ടേ എന്താ വരാൻ പോകുന്ന കാര്യം എന്നുള്ളത് കിട്ടുക. അതിൽ ഗൂഗിൾ ഒന്ന് എടുക്കൂ. അതിൽ മോളിക്കുലാർ കാർ എന്ന MOLECULAR മോളിക്കുലാർ CAR എന്ന് വെച്ചോ. ഇടതുവശത്ത് ചെറുനാരങ്ങ നിരത്തിയിട്ടുള്ള പ്രതലത്തിന്റെ മുകളിൽ ഒരു പല്ലി കിടക്കുന്ന പോലെ ഒരു പടം കാണും. ഒന്നിങ്ങനെ കാണിച്ചു നോക്കി കിട്ടിണ്ടാവും. കണ്ട അതുപോലെ കുത്തു കൊടുത്താൽ ആ സ്ക്രീൻ നിറയോ, അത് നിറയെ ചെറുനാരങ്ങ വിരിച്ച് അതിന്റെ മുകളിൽ ഒരു പല്ലി കിടക്കണോ? കണ്ടോ? മനസ്സിലായോ? അതൊരു കാറാണ്. വരാൻ പോകുന്ന കാറാണ് പോലെ കണ്ടുപിടിച്ചു. നോബൽ സമ്മാനം കിട്ടി കണ്ടുപിടുത്താണ്. അതൊരു കാറാണ്. കാർ അതിന്റെ വലിപ്പം നോക്കൂ. അതിന്റെ വലിപ്പം തലമുടി നാരിന്റെ 1001. തലമുടി നാരിന്റെ 1001 അതിന്റെ വലിപ്പം. അത് 4 ചക്രം പോലെ തോന്നില്ലേ? 4 ചക്രം പോലെ കറുത്തത് കാണണ്ടോ? പക്ഷേ കാണണ്ടോ? ആ 4 ചക്രത്തിന് പകരം ഒരു ചക്രമാക്കാനുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക. അത് വിജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന കാറിന്റെ വലിപ്പം തലമുടി നാരിന്റെ 10,001. നീളത്തിലെ വണ്ണം, ഒരു തലമുടി നാരിന്റെ വണ്ണത്തിന്റെ 10,001 വലിപ്പം വരാൻ പോണേ നാളത്തെ കാറത്. നോളജ് ഇക്കോണമിയിലെ ഏറ്റവും ഉപകരണങ്ങൾ ഒന്ന്, ഏറ്റവും എളുപ്പമുള്ള ഞാൻ കാണിച്ചു തന്നേലൂ. കേൾക്കണ്ടോ? മനസ്സിലാവുന്നത് ഇതാണ് ഈ കാറ്. എന്തിനാ ഉപയോഗിക്കുന്നത് അറിയോ? എന്തിനാ സംഭവം ഉപയോഗിക്കുന്നത്? നോക്കൂ, അത് എത്ര ചെറുതാ മനസ്സിലായില്ലേ? നമ്മുടെ ശരീരത്തിലുള്ള ഈ രോമകൂപങ്ങളുടെ ഇടയ്ക്കുള്ള ഫോട്ടോയെ കൂടിയാണ് വിയർപ്പ് പുറത്ത് വരിക. അതിനേക്കാൾ ചെറുതായി കാറ്. നാനോ ടെക്നോളജി, ജനറ്റിക് എഞ്ചിനീയറിംഗ്, മൈക്രോബയോളജി എല്ലാം ചേർന്നതാണ്. അതിന്റെ സയൻസ് ഞാൻ പറയില്ല. പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ഓൾ ടെക്നോളജീസ് ആണ്. അതിന്റെ ഉള്ളിൽ കൂടെ കടത്തിവിടും. ഈ ഓട്ടേക്കൂടെ കടത്തും. ഒരു തുള്ളി രക്തം പൊടിയില്ല, ഈ ഓട്ടേക്കൂടെ തന്നെ കടത്തും. കടന്നാൽ ശരീരത്തിൽ റിമോട്ട് ഉപയോഗിച്ച് 80 കിലോമീറ്റർ സ്പീഡിലോടും. അങ്ങനെ ഓടി എവിടെയെങ്കിലും ഒരു ക്യാൻസറിന്റെ സെല്ലുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അതിന്റെ തീരത്ത് ചെന്ന് അത് നിൽക്കും. നിന്നാൽ JCB പോലെ പൊങ്ങും. പൊങ്ങിയാൽ ഞാൻ പറയണ്ട, ആ സെല്ലിനെ പറയൂ, ആ സെല്ലിനെ ചുരണ്ടി എടുക്കും. എടുത്തു കഴിഞ്ഞാൽ അത് ടിപ്പറായിട്ട് മാറും. അതുകൊണ്ട് ഈ ചുരണ്ടി എടുത്ത സാധനം പിറകിലേക്ക് ഇടും. പിറകിലിട്ടാൽ അത് അതേ സ്പീഡിൽ വന്ന് ഈ ഓട്ടേ കൂടെ പുറത്ത് വന്ന് എന്നെങ്കിലും ഒന്ന് പറയൂ, അത് എവിടേക്കാ പോണേന്ന് മനസ്സിലാക്കിക്കോളൂ. എവിടേക്കാ ലോകം പോണേന്ന് മനസ്സിലാക്കിക്കോളൂ.
എന്താ പ്രശ്നം? നല്ലതല്ലേ എന്ന് ചിലർ മുഖം കാണാൻ നല്ലതല്ലോ മനസ്സ് തോന്നുന്നുണ്ട്. ശരി, നല്ലതാണ്, നല്ലതാണ്. പക്ഷേ ഈ അറിവിന്റെ മുകളിൽ പാറ്റന്റ് എടുക്കുകയാണ്, ഉടമാവകാശം എടുക്കുകയാണ്, വേൾഡ് പാറ്റന്റ് നിയമങ്ങൾ മാറുകയാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഓരോ ഉപയോഗത്തിനും പണം കൊടുക്കണം. നിങ്ങൾ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അവന്റെ സ്വന്തമാണ്, അറിവ് അവന്റെ സ്വന്തമാണ്. ഈ ടെക്നോളജി സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാലും, ഈ ടെക്നിക്കുള്ള ഉപകരണം കാശ് കൊടുത്ത് മേടിച്ചാലും, അത് ഉപയോഗിക്കണമെങ്കിലും അവന്റെ അനുവാദം വേണ്ടി വരും. ഇതൊന്നും മനസ്സിലാവില്ല. അതിനെയാണ് അറിവിന്റെ കുത്തക എന്ന് പറയുന്നത്. ഈ അറിവിന്റെ കുത്തക വെച്ചുകൊണ്ട് ആരെയും ചൂഷണം ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി കണ്ടോ? ഇതിനെ വെല്ലാനുള്ള ടെക്നോളജി ഇപ്പോൾ ആരോഗ്യ രംഗത്തില്ല. ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു, നാളെ വിളിച്ച ഓരോന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. യാതൊരു അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നമ്മളൊരു നോളജ് എക്കണോമിയിലേക്ക് പോവുകയാണ്. മൂലധനത്തിനേക്കാളും അപകടകരമായ മൂലധനം അറിവാണ് ഇനി മൂലധനമായി മാറാൻ പോകുന്നത്. അങ്ങനെ ഒരു നോളജ് എക്കണോമിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോട് ഉദ്ദേശിക്കുന്നത് ഈ പേറ്റന്റുകളെ പറ്റിയിട്ടാണ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പേറ്റന്റുകളെ പറ്റിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വലിയ പ്രശ്നമാകുമെന്നാണ് പറയുന്നത്. ചൂഷണം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു നോളജ് എക്കണോമിയിലാണ് എന്നുള്ളതാണ്. അതായത് 1990 മുതൽ ഉള്ള എക്കണോമി പറയുന്ന ഒരു പേരാണ് ഈ നോളജ് എക്കണോമി എന്ന് പറയുന്നത്. അദ്ദേഹം 2024 23 25 കൃത്യമായ വർഷം എനിക്കറിയില്ല. ഈ ഇത്രയും 35 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയുകയാണ് നമ്മൾ ഇനി നോളജ് എക്കണോമിയിലേക്ക് പോവുകയാണെന്നുള്ളത്. ആരാണ് പറയുന്നത് ആലോചിക്കണം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് പറയുന്നത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥ ഇനി നോളജ് എക്കണോമിയിലേക്ക് പോകാൻ പോവുകയാണെന്നുള്ളത്. 1990 മുതൽ ലോകത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് നോളജ് എക്കണോമി. എന്താണ് ഈ നോളജ് എക്കണോമി എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞതുപോലെ അറിവിനെ ഒരു പ്രധാനപ്പെട്ട മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുക. എക്കണോമിയുടെ പ്രധാനപ്പെട്ട ഘടകം അറിവാകുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത. അതായത് ഇൻ്റർനെറ്റ് ബൂം ഉണ്ടാകുക, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ചാനൽസൊക്കെ വളരെ വലിയ രീതിയിൽ പുരോഗമിക്കുക, ട്രാൻസിസ്റ്ററുകളും ചിപ്പുകളും ഒക്കെ വരിക, കമ്പ്യൂട്ടറുകളുടെ കണ്ടുപിടുത്തം, ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു എക്കണോമിയാണ് നമ്മൾ നോളജ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാത്തതിന് കാരണമായിട്ട് ഈ അടുത്തിടയ്ക്ക് ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് അവർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസിലാണ് കൂടുതലും ചെയ്യുന്നത്. അവർ ഐഡിയാസാണ് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഈ നോളജ് എക്കണോമി എന്ന് പറയുന്നത്. മറ്റുള്ളവർ അവരുടെ ഐഡിയാസ് യൂസ് ചെയ്യുമ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് സർവീസ് കൊടുക്കുമ്പോൾ അങ്ങനെ ആ രാജ്യങ്ങൾ വളരെ വലിയ രീതിയിൽ മികച്ച രീതിയിലേക്ക് മുന്നേറുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിനെ പറ്റിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഒരു സർവീസ് എക്കണോമി ആയിട്ട്, നമ്മുടെ കമ്പനീസൊക്കെ ഒരു സർവീസ് എക്കണോമി ആയിട്ടൊക്കെ പോകുന്നു. നമ്മൾ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആർക്കും ഒരു തടസ്സമില്ല. എത്ര നല്ല ഐഡിയാസ് എവിടെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഡീപ് സീക്കിൻ്റെ എക്സാമ്പിളൊക്കെ കണ്ടു. അമേരിക്കയ്ക്ക് വളരെ അപ്രമാദിത്യമുള്ള ഒരു സ്ഥലത്ത് പോലും ഡീപ് സീക്ക് പോലെ ഒരു ടെക്നോളജി കൊണ്ടുവന്ന് ചൈനക്കാർക്ക് അവരെ ഞെട്ടിക്കാൻ തുടങ്ങി. അതൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറിവ് എന്ന് പറയുന്ന സാധനത്തിന് പേറ്റൻ്റ് ഉള്ളത് കൊണ്ടോ അതിൻ്റെ ബാക്കി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉള്ളത് കൊണ്ടോ ഒന്നും സമൂഹത്തിന് നഷ്ടം വരുന്നില്ല. പേറ്റൻറ്റുകളെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ്. പേറ്റൻറ്റുകൾ എത്രത്തോളം റീസണബിൾ ആണ്, പേറ്റൻ്റ് ഈ പറയുന്നത് പോലെ ഇന്നോവേഷൻസ് വർദ്ധിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ, അതൊക്കെ വേറെ വിഷയം. പക്ഷേ 1990 മുതൽ ഇവിടെയുള്ള സാമ്പത്തിക വ്യവസ്ഥ ഏകദേശം എനിക്ക് തോന്നുന്നു 1970 തന്നെ ഈ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്, നോളജ് എക്കണോമി എന്നുള്ളത്. അപ്പോൾ ലോകം വളരെ വലിയ രീതിയിൽ ഈ നോളജ് എക്കണോമിയായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കുന്നു. നമ്മളുടെ ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനികളും മറ്റ് എല്ലാവിധ കമ്പനികൾ ഇതുമായിട്ട് വളരെ ഇൻ്റഗ്രേറ്റഡ് ആണ്. നമ്മളിതെല്ലാം ഉപയോഗിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഗുണം എന്താണ്? അദ്ദേഹം പറയുന്നത് മൊബൈൽ ഫോൺ എടുത്ത് നോക്കൂ, സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത ധാരാളം അറിവുകളെ പറ്റിയിട്ട് ആലോചിക്കുക. അദ്ദേഹം പറഞ്ഞ് പേടിപ്പിക്കുകയാണ് കുട്ടികളെ. മൂലധനം വരുന്നതോടുകൂടി, അറിവെന്ന് മൂലധനമാകുന്നതോടെ നമ്മുടെ ജീവിതമൊക്കെ വളരെ വലിയ കഷ്ടപ്പാടിലാകുമെന്ന് പറയാണ്. പക്ഷേ അവിടെ നോക്കൂ, സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കാൻ പറ്റുന്നത്? ഈ സ്മാർട്ട് ഫോണിൻ്റെ പുറകിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഐഡിയ നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടുപിടിച്ചതാണോ? അല്ല. അതിൻ്റെ ഉള്ളിലുള്ള ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ നമ്മൾ കൊടുത്ത സംഭാവന എന്താണ്? അല്ല. പക്ഷെ ഇതൊന്നും അറിയാതെ തന്നെ നമ്മൾ ആ ഫോൺ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതാണ് ഈ ക്യാപിറ്റലിസത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് അറിവുകളുടെ സംരംഭം നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഇനി അതിനകത്തുനിന്ന് അദ്ദേഹം പറഞ്ഞത് ഗൂഗിൾ എടുത്ത് നോക്കാനാണ്. ഗൂഗിൾ എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ ഈ നോളജ് എക്കണോമിയിലെ ഏറ്റവും വിജയിച്ച ഒരു കമ്പനിയാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. ലോകത്തുള്ള ഏത് വിവരങ്ങളും നമ്മുടെ മുന്നിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചു തരുന്ന ഒരു സാധനമാണ് ഗൂഗിൾ. അതെങ്ങനെയാണ് ചൂഷണമാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഇത്രയും അറിവ് വലിയ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയണം. നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. ഗൂഗിളിലൂടെ അവിടെ ഇരിക്കുന്ന അത്രയും ആളുകൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അവരിലേക്ക് എത്തുകയാണ് മോളിക്കുലാർ കാർ എന്ന് പറഞ്ഞൊരു സംഭവം എത്തുകയാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞ ഈ നോളജ് എക്കണോമിയെ പറ്റിയിട്ട് ഇപ്പം ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാനും ഈ പറഞ്ഞ പോലെ ഗൂഗിളോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ടെക്നോളജീസോ ഏതിലും പോയി ചോദിക്കുകയാണ്.
നിങ്ങൾ ആലോചിക്കുക, പണ്ട് ആർക്കെങ്കിലും ഇത് കഴിയുമായിരുന്നോ? ഇങ്ങനൊരു പ്രസംഗം ഒരാൾ നടത്തുകയാണ്, ഇങ്ങനെ പറയുന്നത് വിശ്വസിക്കാൻ മാത്രമേ ചിലപ്പോൾ മുന്നിലിരിക്കുന്നവർക്ക് പറ്റുള്ളൂ. ഇതിന് ഏതെങ്കിലും ഒരു പുസ്തകം തപ്പിപ്പിടിച്ച് വായിക്കാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത് ആരെങ്കിലും അവരിൽ അതിലേക്ക് നയിക്കേണ്ടി വരും. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കറക്റ്റായിട്ടുള്ള പുസ്തകത്തിലേക്ക് എത്താൻ പറ്റിയെന്ന് വരുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ആർക്ക് വേണോ അദ്ദേഹം പറഞ്ഞ കാര്യം ചെക്ക് ചെയ്യാം. ഇപ്പം നോളജ് എക്കണോമിയെ പറ്റിയിട്ട് വേണമെങ്കിൽ ഡീപ് സീക്കിനോടോ ചാറ്റ് GPT യോടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഒരു നോളജ് എക്കണോമിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അതേ ഗൂഗിളിനോടാണ് അദ്ദേഹം പറഞ്ഞത് മോളിക്കുലർ കാറിനെ പറ്റിയിട്ട് നോക്കാനായിട്ട്. മോളിക്കുലർ കാറിനെ പറ്റിയിട്ട് നോക്കിയിട്ട് എന്താണ് കിട്ടുക? മോളിക്കുലർ കാറിനെ പറ്റിയിട്ട് അദ്ദേഹം വിവരിക്കുകയാണ്. അതെന്താണ് ചെയ്യുന്നത്? ശരീരത്തിനകത്തേക്ക് പോയിട്ട് ക്യാൻസർ സെല്ലിനെ കണ്ടുപിടിക്കുന്നു, പുറത്താക്കുന്നു. അത് നല്ല കാര്യമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് നല്ലതല്ല, കാരണം അതിൻ്റെ പേറ്റൻറ്റ് മറ്റുള്ളവരിയ്ക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു ഐഡിയ ആരെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ പേറ്റൻറ്റ് പാടില്ല, അത് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഇത് നല്ലൊരു ആഗ്രഹമാണ്, എല്ലാം ഫ്രീ ആയിട്ട് കിട്ടണമെന്നുള്ളത്. ഇപ്പം വാക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങളൊക്കെയാണ്. ഈ ഒരു ആഗ്രഹമാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം. പക്ഷേ അങ്ങനെ ഫ്രീ ആയിട്ട് ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കഷ്ടപ്പെട്ടാലോ ചിന്തിച്ചാലോ അത് അവർക്ക് അതുകൊണ്ട് ലാഭമുണ്ടെന്ന് കരുതിയാലോ അവരുടെ ഇൻസെൻറ്റീവ്സ് വർക്ക് ചെയ്താലോ ഒക്കെ മാത്രമേ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ആ പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹം ചിലപ്പോൾ വളരെ വലിയ ഡിഗ്രി ഉള്ള ആളായിരിക്കും, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രൊഫസർ ഉണ്ടാവും, അദ്ദേഹത്തിന് മാഷെന്ന് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഇത്രയും, അതായത് ഓൾറെഡി ലോകം ഇതുവരെ കടന്നു പോയിട്ടിരിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ ഇനി വരാൻ പോകുക എന്നുള്ള രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു, കുട്ടികളെ പേടിപ്പെടുത്തുന്നു. പിന്നെ ക്യാൻസർ പോലെയുള്ള രോഗം മാറ്റുന്ന ഒരു സംഭവം വന്നാലും അതിൻ്റെ പേറ്റൻറ്റ് മറ്റുള്ളവരിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കത് കിട്ടില്ല എന്നുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അദ്ദേഹം കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ഗാഡ്ജറ്റുകളും എല്ലാ സർവീസുകളുടെ പിന്നിലും ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയും പേറ്റൻറ്റുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും നമുക്ക് നഷ്ടം വന്നിട്ടില്ല, നമ്മുടെ എല്ലാം ജീവിതം മെച്ചപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളവർ ഉന്നത വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ തലപ്പത്ത് വരുമ്പോൾ ഇവരുടെ ആശയങ്ങളൊക്കെ ഇത്രത്തോളം റിഗ്രസീവ് ആയിരിക്കും. അവർ ലോകം എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നോ അതിനനുസരിച്ചിട്ട് ഒരു സമൂഹത്തിനെ പരുവപ്പെടുത്തിയെടുക്കാനോ ഒന്നും അവർക്ക് കഴിയാതെ വരുന്നു. അതിൻ്റെയൊക്കെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികളാകുന്നു എന്നുള്ള അവസ്ഥ വരുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് പേറ്റൻറ്റുകൾ എടുക്കാനും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നത്. അപ്പോൾ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിന് പകരം നമ്മൾ കളിയാക്കേണ്ടത് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരെയാണ്. ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ അടുത്തിടയ്ക്ക് വന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് സ്വകാര്യ സർവകലാശാല ആരംഭിക്കാൻ പോകുന്നു, നല്ല കാര്യം തന്നെ. പണ്ട് എതിർത്ത് ആൾക്കാരെ തല്ലിയതിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നു, അതിന് ക്ഷമ പറയേണ്ടതെന്നൊക്കെ ചോദിക്കും. എന്തിനാണ് ക്ഷമ പറയേണ്ടത്? അത് അന്നേരത്തെ ശരിയായിരുന്നു, ഇത് ഇന്നേരത്തെ ശരിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ പറയുന്നത് മൂർത്തമായ സമയത്തെ മൂർത്തമായ തീരുമാനമാണിത്, അത് മാർക്സിയൻ നിലപാടിന് യോജിച്ചാണ്. എന്താണ് ഈ മൂർത്തമായ സമയം? മൂർത്തമായ സമയം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ടൈം എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. അങ്ങനെ പറ്റിയിട്ടൊന്നും മാർക്സ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മാർക്സ് അബ്സ്ട്രാക്റ്റിനെ പറ്റിയിട്ടും കോൺക്രീറ്റുകളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അമൂർത്തമായ വസ്തുക്കൾ, മൂർത്തമായ. മാർക്സ് മാത്രമല്ല, അതൊരു ഫിലോസഫിക്കൽ ടേം മാത്രമാണ്. അപ്പോൾ അമൂർത്തമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഖ്യകൾ, നിറങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുമ്പം അത് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന റിയൽ സംഭവങ്ങളാകുമ്പോഴാണ് അത് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പം അമൂർത്തമായ സമയം എന്ന് പറയുമ്പം വേണമെങ്കിൽ നമുക്ക് പറയാം, ഇപ്പം സമയം എന്ന് പറയുന്നത് അമൂർത്തമായ ഒരു കൺസെപ്റ്റാണ്. 5 മണി അല്ലെങ്കിൽ ഇന്ന് എന്നൊക്കെ പറയുന്നത് മൂർത്തമായിട്ടുള്ള സമയമാണ്. അപ്പം മൂർത്തമായ സമയത്ത് മൂർത്തമായ തീരുമാനങ്ങൾ എടുക്കുക, കോൺക്രീറ്റ് ആയിട്ടുള്ള സമയത്ത് കോൺക്രീറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് മാർക്സ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇവർ വെറുതെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് മാർക്സിസോ അറിയില്ല, ഇവരൊരു മാർക്സിസ്റ്റുകാരിയാണല്ലോ, അവർക്ക് മാർക്സിസോ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പല മാർക്സിസ്റ്റുകളും മാർക്സ് പറയാത്ത കാര്യങ്ങളൊക്കെ മാർക്സ് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മാർക്സ് ഒരിക്കലും ഇങ്ങനെ പറയാൻ സാധ്യതയില്ല. ഇനി മാർക്സ് എവിടെയെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്, ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. പക്ഷെ മാർക്സ് എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും മുന്നിൽ വരുന്ന വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോയിട്ട് പരിഹരിച്ച് ആ പ്രശ്നം പരിഹരിച്ച് ബൂഷയ്ക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് പകരം ആ പ്രശ്നത്തിലൂടെ എങ്ങനെ ക്ലാസ് കോൺഷ്യസ്നസ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞ ആളാണ് മാർക്സ്. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കാട്ടിലുപരി ഈ ചരിത്രത്തിൻ്റെ ഈ പോക്കാണ് പ്രശ്നം. അപ്പം എന്തായാലും ഈ ക്യാപിറ്റലിസം
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് തകരും, അത് തകരുമ്പം സോഷ്യലിസം വരും എന്നൊക്കെയാണല്ലോ മാർക്സ് പറയുന്നത്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അത് അങ്ങനെ പറയുന്നതിനോടൊപ്പം തന്നെ മാർക്സിന് അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ശമ്പളത്തിന് വേണ്ടിയിട്ട് സമരം ഉണ്ടാക്കുക, അതുപോലെ ഈ ബൂർഷ യൂണിവേഴ്സിറ്റികൾ വരുന്നതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുക, അതൊന്നും പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്ന കാര്യമല്ല. അപ്പോൾ വെറുതെ ഇതൊക്കെ മാർക്സിസത്തിൻ്റെ തലയിലേക്ക് കൊണ്ടുവെക്കുന്നത് എന്തിനാണ്? ഇതൊരു അവസരവാദിത്തമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നു, ഇന്ന് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. അത് തുറന്നു പറയാനുള്ള പറ്റില്ല, ചിലപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അത് തുറന്നു പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു ഇൻ്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് കാണിക്കുന്നില്ല. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കുഴപ്പങ്ങൾ കണ്ടു. ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ പറഞ്ഞ പോലെ പല ആശയങ്ങളും മനസ്സിലാക്കാതെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും പ്രശ്നം നമ്മളുടെ കുട്ടികൾക്ക് കിട്ടേണ്ട മികച്ച വിദ്യാഭ്യാസം കുറേ വർഷത്തേക്ക് മാറ്റിവെച്ചു. അപ്പോൾ പല ആൾക്കാരും ഇതിനെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നങ്ങളായിട്ടും SFIയുടെ ഇരട്ടത്താപ്പിനെ പറ്റിയിട്ടും ഒക്കെ ട്രോളുന്നുണ്ട്. ട്രോളുകളൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ട്രോളുകൾക്കാൾ ഉപരി അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അത് ഏത് രാഷ്ട്രീയക്കാരായാലും, ഇവർ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാർക്കും ബ്യൂറോക്രാറ്റ്സുകൾക്കും ഒക്കെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളുടെ തിക്തഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇവിടെ തന്നെ നോക്കൂ, സ്വകാര്യ സർവകലാശാലകൾ അവർ ഒരു കാലത്ത് അവരുടെ ആശയം കാരണം വേണ്ടെന്ന് വെക്കുകയാണ്. ഇത്രയും വർഷത്തെ ഇവിടെ പഠിക്കേണ്ട കുട്ടികൾ, അവരുടെ ഭാവിയാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ടത്. അപ്പം ഇവർക്ക് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ ഇങ്ങനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ തീരുമാനം മാറ്റുന്നു, വളരെ ഈസി ആയിട്ട് പറയുന്നു, ക്ഷമ പറയേണ്ട കാര്യമില്ല. ഇതേപോലെ എന്തെങ്കിലും കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാം, ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള എത്രയോ വിദ്യാർത്ഥികളുടെ എത്രയെത്ര മുന്നോട്ടുള്ള വഴിയായിരിക്കും നഷ്ടപ്പെട്ടുണ്ടാവുക. അപ്പോൾ നേരത്തെ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ് പേടിപ്പിക്കുന്ന ഈ പറയുന്ന പോലെ പേറ്റൻറ്റുകളും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസും ഒക്കെ ഇവിടുന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ഇവിടെ കൊണ്ടുവരുന്നതിന് പകരം ഈ പറഞ്ഞ പോലെ ആശയത്തിന് വെച്ചിട്ട് അതിങ്ങനെ മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ഇങ്ങനത്തെയുള്ള കുറേ ന്യായീകരണങ്ങൾ. കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ് കളിയാക്കേണ്ടവർ ഇന്ത്യാസ് ഗോട്ട് ടാലൻറ്റിലെ ആ പെൺകുട്ടിയല്ല, പകരം നമ്മളൊക്കെ വളരെ പ്രബുദ്ധരൻ എന്ന് കരുതിയിരുന്ന ചിലരെയാണ്.